ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അക്വപോണിക്കിൽ ഗ്രോ ചെയ്ത ഒരു കൃഷിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് അക്വപോണിക് എന്താണെന്ന് അറിയണ്ടേ? അക്വപോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ മാത്രം ഗ്രോ ചെയ്തെടുക്കുന്ന കൃഷിയാണ് അക്വപോണിക് എന്ന് പറയുന്നത്. ഈ അക്വപോണിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് യൂസ് ചെയ്യുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ ഈ ടവർ ഗാർഡനിൽ വെള്ളച്ചീര മാത്രമാണ് നട്ടിരിക്കുന്നത്. അത് ബേസിക്കലി ഒരു 2-3 വീക്സ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഗ്രോ ചെയ്ത് കിട്ടും. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ അക്വപോണിക് എന്താണെന്നും അത് എങ്ങനെയാണ് ഈ കൃഷി ചെയ്യുന്നതെന്നും ഇതിൽ എങ്ങനെ ഗ്രോ ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നതായിരിക്കും. അതിന് കുറച്ച് നമുക്ക് സമയമെടുക്കും. അത് ഗ്രാജ്വലി വളരുന്നതായിട്ടൊക്കെ നമുക്ക് കാണിക്കണമല്ലോ. അപ്പം അത് ഞാൻ പൂർത്തീകരിച്ചിട്ട് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ വെള്ളച്ചീര കൊണ്ട് ഞാനൊരു തോരൻ വെച്ച് കാണിക്കുന്നതായിരിക്കും. ഈ വെള്ളച്ചീരയുടെ ഇലകളാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഈ ചീരയുടെ തണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇത് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇലകൾ കഴുകിയതിന് ശേഷം സാലഡ് സ്പിന്നറുണ്ട്. ഇതിൻ്റെ അകത്തിട്ട് വെള്ളം കറക്കിക്കളയണം നമ്മൾ. അത് ഒന്ന് പ്രസ് ചെയ്യുമ്പം അത് കറങ്ങുന്ന ഉടനെ അതിൻ്റെ വെള്ളം എല്ലാം തെറിച്ച് അതിൻ്റെ അകത്ത് തന്നെ വീഴും. സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയ വെള്ളമാണ് ഇത്രയും. അതിനുശേഷം നമ്മളതെടുത്ത് അരിഞ്ഞ് തോരൻ വെക്കുന്നതായിരിക്കും. കുറേശ്ശെ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ വെള്ളച്ചീര ഇഷ്ടമുള്ളത് അതൊന്ന് കമൻ്റ് ഇടാമോ പ്ലീസ്.
ഗ്രൈൻഡറിനകത്ത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇടുക, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. കൊച്ചുള്ളി 2 എണ്ണം അരിഞ്ഞതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളി 1 പച്ചമുളക് 2 എണ്ണം, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 2 എണ്ണമാണ് പച്ചമുളക് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇടുക. അരപ്പിട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഇളക്കണം. പച്ചമണം പോയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര നമ്മൾ അതിലേക്ക് ഇടുന്നതാണ്. ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റണം. ഒന്ന് ഇളക്കി നമുക്ക് അതിൻ്റെ ആ മസാലയൊക്കെ ആ ഇലയിലോട്ടൊന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അത് ഇളക്കിയതിന് ശേഷം അതൊന്ന് പൊത്തി വെക്കുക. അതിനുശേഷം അടച്ചു വെക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഇളക്കുക. ഇളക്കുമെന്ന് പറഞ്ഞാൽ അത് അടിക്ക് പിടിക്കാതെ ഇളക്കി അത് വേകുന്നിടം വരെ അത് ഇളക്കിക്കൊണ്ടിരുന്നാലാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് വെന്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൺ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ലൈക്സ്, ഷെയർ, കമൻറ്റ്സ് ഇതിടാൻ നിങ്ങൾ മറക്കരുതേ.